വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ തൊക്കെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട ഈ വചനം ആത്മനിറവിൽ ഘോഷിപ്പാനും ആത്മനിറവിൽ അത് സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വിശ്വാസി വളർന്ന് അങ്ങോട്ട് ചേർന്ന് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തൊക്കവണ്ണം കേൾക്കുന്ന വചനം മുഖാന്തരം ഒരുക്കണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി കോരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ദി എപ്പിസൽ, സെക്കൻഡ് എപ്പിസൽ ഓഫ് കൊറിന്ത്യൻസ്, ചാപ്റ്റർ 6 വേഴ്സ് 1. നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത് എന്ന് സഹപ്രവർത്തിക്കാരായ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം വായിക്കുവാനും കേൾക്കുവാനും ധ്യാനിക്കുവാനുമൊക്കെയും ഏറെ സാധ്യതകളുള്ള ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ്, 4-5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവവചനം ഇപ്രകാരം സുലഭമായി ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ചില സഭകളിൽ അത് വായിക്കുന്നത് തന്നെ നിരോധിച്ചിരുന്നു. എന്നാൽ പ്രിൻ്റ് മീഡിയ ആയിരുന്നാലും ഇലക്ട്രോണിക് മീഡിയ ആയിരുന്നാലും ഏറ്റവും പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലയളവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിൽ എപ്പോഴും ദൈവവചനം വായിക്കുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിൻ്റ് മീഡിയ അല്ലെങ്കിൽ പോലും നമ്മുടെ ഫോണിലൂടെ, ബൈബിൾ ആപ്ലിക്കേഷനിലൂടെയൊക്കെയും ദൈവവചനം വായിക്കുവാനുള്ള അവസരം നമുക്കുണ്ട്. കൂടാതെ മറ്റ് മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയ, അത് ഫേസ്ബുക്ക് ആയിരുന്നാലും വാട്സാപ്പ് ആയിരുന്നാലും യൂട്യൂബ് ആയിരുന്നാലും, ഇവിടെയൊക്കെയും ദൈവവചന പ്രഘോഷണങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതകൾ ഏറെയുള്ളൊരു കാലയളവിൽ നാം ജീവിച്ചിരിക്കുന്നത് വളരെ ഭാഗ്യപരമാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എങ്കിൽ, ദൈവകൃപയിൽ നമുക്ക് വളരുവാൻ കഴിയുന്നില്ല എങ്കിൽ, ദൈവത്തോട് നമുക്ക് ചേർന്ന് നടക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഈ കേൾക്കുന്ന വചനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, വചനം നമ്മെ ന്യായം വിധിക്കുമെന്നുള്ള സത്യം പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. ആദ്യ നൂറ്റാണ്ടുകൾ നമുക്കറിയാം, ഇപ്രകാരം ദൈവവചനം സുലഭമായി അല്ലെങ്കിൽ വിരളമായി ഉണ്ടായിരുന്ന ഒരു കാലയളവ്. പ്രിൻ്റ് മീഡിയ ഇല്ല. അന്നത്തെ ദേവാലയങ്ങളിൽ മാത്രമായി ഉണ്ടായിരുന്ന വചനങ്ങൾ, അത് പഴയ നിയമം. പുതിയ നിയമം ഉണ്ടാകുമ്പോൾ അത് അപ്പോസ്തലന്മാരുടെ കാലയളവിലാണ് പുതിയ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ രചിക്കുന്നത്. അങ്ങനെ ഒരു കാലയളവിൽ ദൈവവചനം അവർക്ക് കേൾക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ യേശു ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യമായിരുന്നു അനേകരെ ദൈവകൃപയിലേക്ക് അല്ലെങ്കിൽ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് ആകർഷിച്ചിരുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ യേശുവിന് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകമായി ദൈവം വിളിച്ച തൻ്റെ ശിഷ്യന്മാരെ കൂടാതെ അനേകർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് നാം ഒരുപക്ഷെ നോക്കുമ്പോൾ ദൈവിക പ്രവർത്തനങ്ങൾ ചില അതിനായി ചുമതലപ്പെട്ടവർക്ക് മാത്രമായി നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ പുരോഹിതന്മാർ അല്ലെങ്കിൽ ഉപദേശികൾ, പാസ്റ്റേഴ്സ്, വചനപ്രഘോഷണം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, അങ്ങനെ വിളിക്കപ്പെട്ടവർ മാത്രമാണ്
ഈ ദൈവവചന പ്രഘോഷണവും ദൈവ നാമമഹത്വത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഏറിയ പങ്കും ചെയ്യുന്നത്. എന്നാൽ അന്നത്തെ കാലയളവിൽ വിശ്വാസത്തിലേക്ക് വന്ന ഓരോ വ്യക്തിയും ഈ കർത്താവിനെ, അവർ കണ്ട കർത്താവിനെക്കുറിച്ച് മറ്റുള്ള വ്യക്തികളോട് പറയുമായിരുന്നു, സാക്ഷ്യപ്പെടുത്തുമായിരുന്നു. അതാണ് ക്രിസ്തീയ സഭ വളരെയധികം ശക്തമായി വളരുവാൻ തക്കവണ്ണം സാധ്യമായത് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത് എന്ന് സഹപ്രവർത്തിക്കാരായ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത് ആരോടാണ് ഇത് പറയുന്നത്? തന്നോടൊപ്പം കർത്താവിനെ പ്രഘോഷിക്കുന്ന വിശ്വാസത്തിലേക്ക് വന്ന ഒരു സമൂഹത്തോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത് എന്ന് സഹപ്രവർത്തിക്കാരായ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ഓരോരുത്തരും അവർക്ക് പ്രാപിച്ച ദൈവകൃപ എന്ന് പറയുമ്പോൾ, ഗ്രേസസ് എന്ന് പറയുമ്പോൾ, യേശുവിനെ അറിയുവാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. യേശു ഏകരക്ഷകനാണ്. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. അവൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവും ഇല്ല എന്ന് വിശ്വസിക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അതൊരു ദൈവകൃപയാണ്. അങ്ങനെ ദൈവകൃപയിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികളോട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവകൃപ വ്യർത്ഥമായി തീരരുത്. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഈ ദൈവകൃപ നിങ്ങളത് വ്യാപരിച്ച്, നിങ്ങളത് ഉപയോഗിച്ച് മറ്റനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നതായിട്ട് നാം ഈ തിരുവചനത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മളെ വിശ്വാസത്തിൽ വളർത്തുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ദൈവകൃപയിൽ അനുദിനം വളരുവാനുമാണ് എന്ന് എത്രത്തോളം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. വളരെയധികം ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ദൈവകൃപയിൽ നമുക്ക് വളരുവാൻ കഴിയാറുണ്ടോ എന്ന് പറയുമ്പോൾ, ഈ ദൈവകൃപയിൽ വളരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടുവാനും അവയെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ദൈവകൃപയിൽ നിൽക്കുവാനും കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ പിശാച് എപ്പോഴും പരീക്ഷകൾ ദൈവകൃപയിലായിരിക്കുന്ന വ്യക്തികൾക്ക് കൊണ്ടുതരും. അത് നമ്മെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം പലതരങ്ങളിലുള്ള പീഡനങ്ങളാകാം, മാനസിക സമ്മർദ്ദങ്ങളാകാം, ഒറ്റപ്പെടുത്തലുകളാകാം. ഇതൊക്കെയും പിശാച് കൊണ്ടുവരുമ്പോൾ അനേകർ വീണു പോകുന്നതും നമ്മുടെ ജീവിതയാത്രയിൽ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പിശാച് നൽകുന്ന പരീക്ഷ, ആ ആത്മീയ പരീക്ഷയെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 48-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ അന്ത്യനാളിൽ അവനെ ന്യായം വിധിക്കും. എൻ്റെ വചനം കൈക്കൊള്ളാതെ, കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന വചനം വിശ്വസിക്കാതെ, കൈക്കൊള്ളാതെ എന്ന് പറയുമ്പോൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് വിശ്വസിക്കുന്നില്ല, അത് ഏറ്റെടുക്കുന്നില്ല, അതിൽ പൂർണ്ണമായും ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നാം ചെയ്യുന്നത്? നാം യേശുവിനെ തള്ളിക്കളയുകയാണ്. ഇവിടെ പറയുകയാണ്, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നത്. അപ്പോൾ യേശുവിൻ്റെ വചനം, യേശു നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശുവിനെ നാം വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ അന്ത്യനാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പോൾ നാം വായിക്കുന്ന, കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ, അത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്നില്ല എങ്കിൽ, ആ വചനത്തെ നമുക്ക് ഏറ്റെടുക്കുവാനും പൂർണ്ണമായും അനുസരിക്കുവാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഇതിന് ഒരു വലിയ വിലയാണ് നമ്മുടെ അന്ത്യനാളിൽ, അതായത് ന്യായവിധിയിൽ നാം ഓരോരുത്തരും കൊടുക്കേണ്ടത്. ന്യായവിധിയിൽ നാം കേട്ട ദൈവത്തിൻ്റെ വചനം നാം എത്രത്തോളം അത് സ്വീകരിച്ചു, എത്രത്തോളം അത് ഏറ്റെടുത്തു, എത്രത്തോളം വിശ്വസിച്ചു
എത്രത്തോളം അനുസരിച്ചു എന്ന് ആ ന്യായവിധിയിൽ ഒരു കണക്ക് നാം ബോധിപ്പിക്കേണ്ടവരാണ്. അപ്പോൾ ഏറ്റവും അധികം വചനം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ കൂടുതൽ അവർ ന്യായവിധിയിൽ ശിക്ഷാർഹരാണ്. അതനുസരിക്കാതെ, അത് വിശ്വസിക്കാതെ, അത് പ്രാവർത്തികമാക്കാതെ ജീവിതം നയിക്കുമ്പോൾ എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ന്യായം വിധിക്കുന്നില്ല. ഇവിടെ പറയുകയാണ്, ആ വചനം തന്നെ അന്ത്യനാളിൽ അവനെ ന്യായം വിധിക്കും. ആ വചനം, കേൾക്കുന്ന വചനം, വായിക്കുന്ന വചനം പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ, അതിനെ നാം സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് നമ്മെ ന്യായം വിധിക്കും. അന്ത്യനാളിൽ ഒരു ന്യായവിധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, നാം കേൾക്കുന്ന വചനം നമ്മെ ന്യായം വിധിക്കും. പലപ്പോഴും നാം അതിനെ ഗൗരവമായി എടുക്കാതെ, അതിനെ ലാഘവത്തോടു കൂടി സാധാരണ മനുഷ്യർ നമ്മോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ശബ്ദത്തെ നാം കാണുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും അനുസരിക്കുവാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന് ശിക്ഷ വലുതാണ്. അന്ത്യനാളിൽ നാം വലതുവശത്തും കർത്താവിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നവർ വലതുഭാഗത്തും നരകത്തിലേക്ക് പോകുന്നവർ ഇടതുഭാഗത്തേക്കും അവരെ വേർതിരിക്കുന്ന ഒരു ന്യായവിധിയെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്ത്യനാളിൽ ആ ന്യായവിധിയിൽ നാം കേൾക്കുന്ന വചനം നമ്മെ ന്യായം വിധിക്കുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് തൊട്ടു മുമ്പുള്ള തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ വചനം കേട്ടനുസരിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിക്കുവാനല്ല, ലോകത്തെ രക്ഷിക്കുവാനത്രേ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ വചനം എന്തിനാണ്? രക്ഷയിലേക്ക് നമ്മെ നയിക്കാനായിട്ടാണ്. ഈ വചനത്തെ നാം കേട്ട് വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ അത് രക്ഷയിലേക്ക് നമ്മെ നയിക്കും. മറിച്ച് അത് നാം സ്വീകരിക്കുന്നില്ല എങ്കിൽ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം ന്യായവിധിയിൽ ആ ശിക്ഷയ്ക്ക് നാം അർഹരായിത്തീരും എന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നാം അവിടെ വായിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനം, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുന്നില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. താഴെ നാം വായിക്കുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ തങ്ങൾ വിശ്വസിക്കാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? തങ്ങൾ കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ അവർ എങ്ങനെ കേൾക്കും? അയക്കപ്പെടാതെ അവർ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും അവർ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങൾ പ്രസ്താവിച്ചത് ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് ചോദിക്കുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്താലുമാകുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് വിശ്വാസത്തിൽ വളരുവാനായിട്ടാണ് ദൈവം നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവമാണെന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം, ദൈവമാകുന്ന വചനത്തെ നാം കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെയും ചെയ്യുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് അനുഗ്രഹത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, ദൈവ വിശ്വാസത്തിലേക്ക് വളരുവാനും വിശുദ്ധി പ്രാപിക്കുവാനുമാണ് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, എൻ്റെ വചനം കേട്ടനുസരിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിക്കുവാനല്ല, ലോകത്തെ രക്ഷിക്കുവാനത്രേ ഞാൻ വന്നു. അപ്പോൾ യേശു ഏക രക്ഷകനാണെന്നുള്ള ദൈവത്തിൻ്റെ വചനം നാം വായിക്കുകയും വിശ്വസിക്കുകയും ആ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് നാം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കത് അനുഗ്രഹമായി തീരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ കർത്താവ് ഇത് പറയുമ്പോൾ കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ പരസ്യ പ്രവർത്തനങ്ങളുടെ അവസാന നാളുകളിൽ ആണിത് കർത്താവ് പറയുന്നത്. ഇത് ആരോടാണിത് കർത്താവ് പറയുന്നത്? നാം ഇത് വായിക്കുമ്പോൾ 12-ാം അധ്യായം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാമത്തെ തിരുവചനം, അവർ കാണെ അവൻ ഇത്രയധികം അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. യേശു ഈ ഭൂമിയിൽ പരസ്യ പ്രവർത്തന കാലത്ത് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ അനേകമായിരുന്നു.
കുരുടർക്ക് കാഴ്ചയും, മുടന്തർ നടക്കുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ 100 കണക്കിന് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിരുന്നതായിട്ട് തിരുവചനത്തിലൂടെ നാം വായിക്കുകയാണ്. പക്ഷേ ഈ അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടും അവർ അനുഭവിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാ ഒരു സമൂഹത്തെ നമ്മൾ കാണുകയാണ്. അവർ കാണെ അവൻ ഇത്രയധികം അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. അപ്പോൾ ഇത് കർത്താവിനെ അറിയുവാൻ ഉള്ള ഒരു വലിയ അവസരം ആ സമൂഹത്തിന് ലഭിക്കുകയാണ്. അധികം അത്ഭുതങ്ങൾ കർത്താവോട് പ്രവർത്തിക്കുകയാണ്. എപ്പോഴും അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും വിശ്വാസത്തിൽ വളർത്തുവാനുമായിട്ടാണ് അത്ഭുതങ്ങൾ. അല്ലാതെ ഒരത്ഭുതം ലഭിച്ചു, അത്ഭുതത്തിൻ്റെ അനുഗ്രഹ പാത്രമായി എന്ന് കരുതി വീണ്ടും അത് ഒരിക്കലും നമുക്ക് പിന്നെ വരാതിരിക്കില്ല. അതായത് രോഗമായിരിക്കുന്ന ഒരു രോഗിക്ക് ഒരുപക്ഷെ കർത്താവ് സൗഖ്യം നൽകും. എന്നാൽ ആ സൗഖ്യം ഒരുപക്ഷെ പിന്നീട് ആ അസുഖം വരരുതെന്ന് നിർബന്ധമില്ല. എന്തിനാണ്? അത് നമ്മെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ടാണ്. അത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവവുമായൊരു ബന്ധം നഷ്ടപ്പെട്ടു അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന 430 വർഷക്കാലം അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നയിക്കുമ്പോൾ കർത്താവ് ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ ഏറെ അധികമാണ്. ആർക്കും കഴിയാത്തതും വിശ്വസിക്കുവാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് അവരുടെ ആ യാത്രയിലുടനീളം ഓരോ നിമിഷവും ദൈവം അവർക്ക് നൽകിക്കൊണ്ടിരുന്നത്. കാരണം അതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇവർ കനാനിലെത്തിക്കഴിയുമ്പോൾ ഈ അത്ഭുതങ്ങളാൽ അവരെ വഴി നടത്തിയ ദൈവത്തിൽ അവർ വിശ്വസിക്കും. ആ ദൈവത്തിൽ അവർ ആശ്രയിക്കും. ആ ദൈവം അവരുടെ ദൈവം എന്ന് അവർ ഏറ്റുപറയും. അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ള മറ്റ് ജനതകൾ അത് അറിയുവാനും ഈ ദൈവത്തെ അറിയുവാനും അത് മുഖാന്തരമായി തീരും. അതിനായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ആ പ്രതിസന്ധിയിൽ അവരെ ആക്കുമ്പോൾ എന്തിനാണ്? ആ പ്രതിസന്ധിയിൽ വിടുവിക്കുവാൻ ദൈവത്തിന് സാധ്യമാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനായിട്ടാണ്. നമുക്കറിയാം, ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഫറവോയുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ അത്ഭുതങ്ങളും മോശ വഴി ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ ഒരു അത്ഭുതം കഴിയുമ്പോൾ ഫറവോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറയുന്നു. പക്ഷേ അല്പം കഴിയുമ്പോൾ വീണ്ടും അവൻ്റെ ഹൃദയം കഠിനമായി എന്ന് നാം വായിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഫറവോയെയും അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയെയും ദൈവം ആരാണ്, നിൻ്റെ ദൈവം ആരാണെന്നൊരു ചോദ്യം അവിടെ ഫറവോ മോശയോട് ചോദിക്കുമ്പോൾ ആ ദൈവം ആരാണെന്ന് അവനെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ മക്കളെയും ബോധ്യപ്പെടുത്തുവാൻ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ അവർ ചെങ്കടലിൻ്റെ സമീപത്തെത്തുകയാണ്. മുമ്പോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല. പുറകെ ഫറവോയും സൈന്യവും കടന്നു വരുന്നു. എന്നാൽ ആ ഒരു പ്രതിസന്ധിയിൽ ആ ഒരു ഘട്ടത്തിൽ അവരെ ആക്കിയത് മറ്റാരുമല്ല, ദൈവമാണ്. അതുകൊണ്ട് ദൈവം അവരെ വിടുവിച്ച് ചെങ്കടലിനെ പിളർന്ന് മറുകരയിലേക്ക് അവരെ നടത്തുന്നതായിട്ട് നാം കാണുകയാണ്. എന്നിട്ട് ഫറവോനെയും സൈന്യത്തെയും പൂർണ്ണമായും അവിടെ നശിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയാണ് ഇവരുടെ യാത്രയിൽ ഉടനീളം നമുക്ക് വായിക്കുവാൻ തൊക്കണം കഴിയുന്നത്. വെള്ളമില്ലാതിരിക്കുമ്പോൾ പാറ പിളർന്ന് വെള്ളം നൽകുന്ന സാഹചര്യം, ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ ആകാശത്തു നിന്ന് മന്ന അയച്ച് അവർക്ക് ഭക്ഷണം നൽകുന്ന സാഹചര്യം, പാമ്പ് കടിക്കുമ്പോൾ, അങ്ങനെ 100 അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നൽകി അവരെ വിശ്വാസത്തിൽ വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ കനാനിൻ്റെ പടിവാതിക്കലെത്തുമ്പോൾ അവരുടെ വിശ്വാസം പരിശോധിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നതായി നാം കാണുകയാണ്. പക്ഷേ അവിടെ അവർ ഏറിയ പങ്കും അവിശ്വാസികളായി തീരുകയാണ്. ദൈവം പറഞ്ഞ കാര്യത്തെ വിശ്വസിക്കുവാൻ കഴിയാതെ ഭയപ്പെട്ട് മല്ലന്മാരായിട്ടുള്ള അനാഖ്യ മല്ലന്മാരെ അവർ കണ്ടു. അവരെ നേരിട്ട് ജയിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് മോശയ്ക്കെതിരെ കല്ലെടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നതും ദൈവം അവരെയൊക്കെ ശിക്ഷിക്കുന്നതായിട്ടും കാലേബും യോശുവയും ഒഴികെ 20 വയസ്സിന് മുകളിലുള്ളവരൊക്കെയും മരുഭൂമിയിൽ തുടർന്നുള്ള 40 വർഷത്തിൻ്റെ യാത്രയിൽ പട്ടുപോവുകയും ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ്. എന്നിട്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് കനാനിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ നൽകുന്നത് ജീവിത അനുഭവം, നമുക്ക് യേശുവിനെ അനുഭവമാക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം അതുവഴി ഒരുക്കപ്പെടുകയാണ്. അത് നമ്മളെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ടാണ്. അങ്ങനെ വിശ്വാസത്തിൽ വളരുമ്പോൾ വലിയ പ്രതിസന്ധികൾ, വലിയ പ്രയാസങ്ങൾ ഒരുപക്ഷെ നമുക്ക് നേരിട്ടേക്കാം. എന്നാൽ നമ്മുടെ ചെറിയ പ്രയാസങ്ങളിൽ, പ്രതിസന്ധിയിൽ നമ്മെ രക്ഷിച്ച ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിക്കുവാനും ആ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനും മാത്രമേ ഈ വലിയ സാഹചര്യങ്ങൾ നമുക്കായിട്ട് ഒരുക്കുന്നത്
എന്ന് നാം ഇവിടേക്കും കാണുകയാണ്. രണ്ടാമത് മറ്റൊരു സമൂഹം, ആദ്യത്തെ സമൂഹത്തെ നാം കണ്ടു. അവർ കാണെ അവൻ ഇത്രയധികം അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്ത ഒരു സമൂഹത്തെ. കാരണം എന്താണ്? 39 തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. പിശാച് പലപ്പോഴും കണ്ണ് കുരുടാക്കി ഹൃദയം കഠിനമാക്കി വിശ്വസിക്കുവാൻ കഴിയാത്ത തലത്തിൽ അനേകരെ ആക്കി തീർക്കും. നാം പ്രഥമദൃഷ്ട്യാ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടാലും അത് നാം സാധൂകരിച്ച് ഇത് മറ്റു പലർക്കും സാധ്യമാണ്, അല്ലെങ്കിൽ ദൈവമല്ല പ്രവർത്തിച്ചത് എന്നുള്ള ഒരു തലത്തിലേക്ക് അവരുടെ ഹൃദയം കഠിനമാകുന്നൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും നാം താഴോട്ട് വരുമ്പോൾ 42 43 തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, എന്നിട്ടും പ്രമാണികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ പള്ളിപ്രശ്നരാകാതിരിക്കുവാൻ പരീശന്മാർ നിമിത്തം അവർ അത് ഏറ്റുപറഞ്ഞില്ല. ഈ അത്ഭുതങ്ങൾ കണ്ട, യേശു സംസാരിച്ച തിരുവചനങ്ങൾ കേട്ട, യേശുവിനെ വ്യക്തിപരമായി അല്ലെങ്കിൽ മുഖാമുഖം കണ്ടിട്ടുള്ള ഒരു സമൂഹം, അതായത് പ്രമാണികൾ, അവർ അനേകർ കർത്താവിനെ വിശ്വസിച്ചു എന്ന് നമ്മുടെ വായിക്കുന്നു. പക്ഷേ അവർ വിശ്വസിച്ചുവെങ്കിലും പള്ളിപ്രശ്നരാകാതിരിക്കുവാൻ പരീശന്മാർ നിമിത്തം അവർ ഏറ്റുപറഞ്ഞില്ല. നാം റോമർക്കെഴുതിയ ലേഖനത്തിൽ വായിച്ചു, കർത്താവിനെ നാം രക്ഷകനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. വിശ്വസിച്ചുകൊണ്ടായില്ല, ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ സാക്ഷീകരിക്കുക. കർത്താവ് നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, നാം അനുഭവമാക്കുന്ന ദൈവകൃപയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു ചുമതല ഓരോ ദൈവ പൈതലിനുമുണ്ട് എന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ അവർ വിശ്വസിച്ചു, പക്ഷേ അവർ ഏറ്റുപറയുന്നില്ല. അതിന് കാരണം എന്താണ്? 43 വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ ദൈവത്താലുള്ള ബഹുമാനത്തേക്കാൾ അധികം മനുഷ്യരാലുള്ള ബഹുമാനം സ്നേഹിച്ചു. ദൈവത്തേക്കാൾ ഉപരിയായി മനുഷ്യരുടെ ബഹുമാനം അവർ സ്നേഹിച്ചു എന്ന് നമ്മുടെ വായിക്കുകയാണ്. പലപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന ബഹുമാനം ലോകപരമായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യർ നൽകുന്ന ബഹുമാനം നമുക്ക് കാണുവാനും അനുഭവമാക്കുവാനും കഴിയും. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തോ ചെറുതായി പോകുന്നു എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷീകരിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതാണ്. ഒന്നുകിൽ ലജ്ജ, അല്ലെങ്കിൽ ദുരഭിമാനം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഇതൊക്കെയുമാണ് പലപ്പോഴും നാം അനുഭവിച്ച ദൈവകൃപ, ആ കർത്താവിനെക്കുറിച്ച് നമുക്ക് ഏറ്റുപറയുവാൻ കഴിയാതെ വരുന്നത്. അത് കർത്താവ് പറയുകയാണ്, അത് ദൈവത്തേക്കാൾ ഉപരിയായി അവർ മനുഷ്യരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്കത് സാധ്യമാകുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നാം അനുഭവിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാകാതെ അത് നമ്മളിലൂടെ വ്യാപരിച്ച് അനേകർ വിശ്വാസത്തിലേക്ക് വരുവാനത്രേ അതിനുള്ള വഴികളും മുഖാന്തരങ്ങളും ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നാം വിശ്വസിക്കുക മാത്രമല്ല, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല, അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നവരായി നാം തീരുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത് എന്ന് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സംഭവം നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പത്രോസും 3-ാം അധ്യായത്തിൽ പത്രോസ് ഒരു മുടന്തിനെ സൗഖ്യമാക്കുന്ന ഒരു വലിയ അത്ഭുതം നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അതായത് അമ്മയുടെ ഉദരം മുതൽ, അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ സുന്ദരമെന്ന ഗോപുരത്തിങ്കൽ അവർ കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു. നാം അത് വായിക്കുന്നുണ്ട് 3-ാം അധ്യായം 2 മുതലുള്ള തിരുവചനം. അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കുവാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ പ്രതിദിനം ഇരുത്തുമായിരുന്നു. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവരോട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനും അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും
ദൈവത്തെ പൂഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. ഒരു വലിയ അത്ഭുതം അവരവിടെ ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ യഹൂദന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പരീശന്മാരും ശാസ്ത്രിമാരുമായിരിക്കുന്നവർ പത്രോസിനെയും യോഹന്നാനെയും തടവിലാക്കുന്നതായിട്ട് 4-ാം അധ്യായത്തിൽ നാം കാണുകയാണ്. തുടർന്ന് നാം വായിക്കുമ്പോൾ ഇവരെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം ഇവരെ കൊണ്ടുവരികയാണ്. ആ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ പ്രതികരണം നാം ശ്രദ്ധിക്കുമ്പോൾ അവർ അനുഭവിച്ച ദൈവകൃപ എത്രത്തോളം അവരിൽ വ്യാപരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പത്രോസും യോഹന്നാനും നാം 13-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടതുകൊണ്ടും ഇവർ പഠിപ്പില്ലാത്തവരും സാധാരണക്കാരുമായ മനുഷ്യരാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരെന്നും തിരിച്ചറിഞ്ഞു. അപ്പോൾ ധൈര്യത്തോടുകൂടി ഭയം കൂടാതെ, അതായത് കർത്താവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത അതേ സന്നിധി സംഘമാണ് ഇവരെ കാരാഗ്രഹത്തിലാക്കിയത്, ഇവരെ ചോദ്യം ചെയ്തത്. അപ്പോൾ അതുവരെയും ഭയപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നവരെയും ഭയത്തിലായിരുന്ന ഈ ശിഷ്യന്മാർ ധൈര്യത്തോടുകൂടി യേശുവിനെ സാക്ഷീകരിക്കുന്നതായിട്ട് നാം കാണുകയാണ്. മറ്റൊരുവനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നവർ വിളംബരം ചെയ്യുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. എന്നിട്ട് താഴോട്ട് നാം വരുമ്പോൾ ഇവർ പറയുകയാണ്, 17-ാമത്തെ വാക്യം, എങ്കിലും അത് ജനത്തിനിടയിൽ അധികം പ്രചരിക്കാതിരിക്കുവാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനിയും സംസാരിക്കരുത് എന്ന് നാം അവർക്ക് താക്കീത് നൽകണമെന്ന് പറഞ്ഞു. പിന്നീട് അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ ഉപദേശിക്കുകയോ അരുത് എന്ന് അവർ കൽപ്പിച്ചു. ഇവരെ വിളിച്ച് താക്കീത് നൽകുകയാണ്. ഇനി മേലാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യവും സംസാരിച്ചു പോകരുത് എന്നുള്ള താക്കീത് കാരാഗ്രഹത്തിൽ ആയിരിക്കുന്ന അവർക്ക് നൽകുകയാണ്. അപ്പോൾ അവരുടെ പ്രതികരണം നാം ശ്രദ്ധിക്കുമ്പോൾ 19-ാം വാക്യം, അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശുവിനെ വാസ്തവമായും അനുഭവമാക്കിയ, രുചിച്ചറിഞ്ഞ, മനസ്സിലാക്കിയ, വിശ്വാസത്തിലേക്ക് വന്ന ഒരു ദൈവ പൈതലിൻ്റെ മനോഭാവം ഇതായിരിക്കണം. പ്രതികരണം ഇങ്ങനെയായിരിക്കണം. സമൂഹം ഒരുപക്ഷെ ഒറ്റപ്പെടുത്തിയേക്കാം, പീഡനങ്ങളും പരീക്ഷകളും അല്ലെങ്കിൽ പ്രയാസങ്ങളും ഒരുപക്ഷെ നമ്മുടെ മുമ്പിലേക്ക് അവരെറിഞ്ഞു തന്നേക്കാം. പക്ഷേ യേശുവിന് വേണ്ടി സധൈര്യം സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം, മറ്റൊരുവനിൽ രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല എന്ന് പറഞ്ഞ ശിഷ്യന്മാരെ പോലെ നാം ഏറ്റുപറയുമ്പോഴാണ് അത് നമുക്ക് ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വളരുവാനും ദൈവകൃപയിൽ മുമ്പോട്ട് പോകുവാനും നാം കേൾക്കുന്ന വചനം ന്യായം വിധിക്കുന്ന ദിവസം നമ്മുടെ കരങ്ങൾ ബലപ്പെട്ട് മുമ്പോട്ട് പോകാനും അല്ലെങ്കിൽ ബലപ്പെടുവാനും കഴിയുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ അത് വ്യർത്ഥമാകാതെ ആ ദൈവകൃപയെ നിലനിൽക്കുകയും ആ ദൈവകൃപ മറ്റുള്ളവരിലേക്ക് വ്യാപരിച്ച് അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.